എന്തായാലും പ്രതിപക്ഷം ബജറ്റിനെ വളരെ കൃത്യമായി വിമർശിക്കുമ്പോഴും ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നവരുമുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. മലപ്പുറം പൊന്നാനി ഹാർബറിൽ നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. വി.ഡി. സതീശൻ സർക്കാർ തങ്ങളുടെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്താണ് മത്സ്യമേഖലയ്ക്ക് കിട്ടിയത്, മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് ഈ ബജറ്റിനോട് പ്രതികരിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പൊന്നാനി ഹാർബറിലാണ് ഉള്ളത്. ട്രോളിംഗ് കാലമായതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കൂടുതലായി ഇവിടെ ഇല്ല. എന്നിരിക്കെ പോലും ഇതിനോട് അഭിപ്രായം രേഖപ്പെടുത്താൻ ചില മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള ബജറ്റല്ല, കഴിഞ്ഞ ബജറ്റിൻ്റെ ഒരു തുടർച്ചയാണ്. എന്നിരിക്കെ പോലും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വസിക്കാൻ വകയുണ്ടോ ഈ ബജറ്റ്? മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രണ്ട് വിഭാഗം മത്സ്യത്തൊഴിലാളികളാണ്. ഒന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. ആ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞ രീതി പഴയ കാലത്ത് പങ്കായം ചുക്കാനും വെച്ച് വലിച്ചു പോകുന്ന പരമ്പരാഗത. ഇന്നിപ്പോൾ ഓൾറെഡി പറയുകയാണെങ്കിൽ ആരെ അങ്ങോട്ടൊന്നും കുറ്റപ്പെടുത്തുന്നതല്ല, പരമ്പരാഗത ഇല്ല. എല്ലാവരും വലിയ ഹെവി എഞ്ചിൻ വെച്ചിട്ടാണ് പോകണം. 550 HP 525 650 HP എഞ്ചിൻ വെച്ചിട്ടാണ് ബോട്ടും പോണത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വെള്ളം പോണത്. പിന്നെ ചെറിയ വഞ്ചികൾ, അതിലും 25 HP യമഹ 40 HP യമഹ വെച്ചിട്ടാണ് അവരും പോണത്. അവർക്ക് മണ്ണെണ്ണക്ക് ഇപ്പോൾ സബ്സിഡി ഉണ്ടെന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ ആദ്യമായി മത്സ്യത്തൊഴിലാളികൾ ഫിഷിംഗ് ബോട്ടിന് ഈ സബ്സിഡി ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടായത്. അത് പിൽക്കാലത്ത് നിർത്തലാക്കി. അതുപോലെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗമാക്കിയത് കാരണം ഈ യന്ത്രവൽകൃതം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തിന് മാത്രമേ ആക്കിയിട്ടുള്ളൂ. ബാക്കിയും എല്ലാവരും യന്ത്രവൽകൃതം തന്നെ. ഇപ്പം എല്ലാവരും ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് മീൻപിടുത്തം കംപ്ലീറ്റ്. അപ്പോൾ അത് പറയാൻ ഈ ഫിഷിംഗ് ബോട്ടുകാർക്കും സബ്സിഡി കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അയൽ സംസ്ഥാനങ്ങളായ എല്ലാ സംസ്ഥാനത്തും, ഇന്ത്യയിൽ 9 സംസ്ഥാനത്തിൽ ഫിഷിംഗ് മേഖല ഉണ്ട്. ഈ 9 സംസ്ഥാനത്തിൽ 8 സംസ്ഥാനത്തിലും സബ്സിഡി ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രം സബ്സിഡി ഇല്ല. കേരളത്തിൽ അത് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് വേണ്ടാത്ത നിയമങ്ങൾ 45-50 വർഷമായ KMFR ആക്ട് നിയമങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ സർക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിച്ച്. ഈ സർക്കാർ വന്നതിന് ശേഷം അതിന് ബുദ്ധിമുട്ട് കുറവായിരുന്നു. അത് തുടർന്ന് പോകണം. കരയിൽ ഇന്ന് ബുക്കിൽ നോക്കി പഠിച്ചവൻ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ നിയമങ്ങൾ ഈ KMFR ആക്ട് തിരുത്തണം. ഇത് മത്സ്യത്തൊഴിലാളികൾ ഫിഷിംഗ് ബോട്ട് ഓണേഴ്സിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ ഈ മണ്ണെണ്ണ സബ്സിഡി എല്ലാവർക്കും ആക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ? അല്ല, ഞങ്ങൾ ഡീസലാണ് ഉപയോഗിക്കുന്നത്. ഡീസലിന് ഞങ്ങൾക്ക് സബ്സിഡി ഉണ്ടാവണം. മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഞങ്ങൾക്കും സബ്സിഡി ഉണ്ടായിരിക്കണം. നമ്മളെ തൊട്ട അയൽ സംസ്ഥാനം കർണാടകത്തിൽ സബ്സിഡി ഉണ്ട് 7 റുപ്യോളം 1 ലിറ്ററിന്. അടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ 5 റുപ്യോളം സബ്സിഡി ഉണ്ട്. എന്തുകൊണ്ട്? മണ്ണെണ്ണ സബ്സിഡിനേക്കാളും ഡീസലാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. മത്സ്യത്തൊഴിലാളികൾ ഡീസലാണ് ഉപയോഗിക്കുന്നത്. ഡീസൽ ഇഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ ഇഞ്ചിനല്ല, മണ്ണെണ്ണ ഇഞ്ചിനും അല്ല, ഡീസൽ ഇഞ്ചിനാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് തൃപ്തി ഉണ്ടോ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ബജറ്റ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഗവൺമെൻറ് പാസ്സാക്കിയ ബജറ്റിൻ്റെ കൂട്ടിച്ചേർക്കലാണ് ഈ ബജറ്റിൽ നടപ്പിലാക്കിയത്. ഏറെക്കുറെ മത്സ്യത്തൊഴിലാളികൾക്ക് ആസ്വദിക്കാനുള്ള വകയുള്ള ഒരുപാട് കാര്യങ്ങൾ, പദ്ധതികൾ അതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തായാലും അഭിനന്ദനാർഹമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് തന്നെ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഡീസലിന് പൊതുവെ റേറ്റ് കമ്മിയാണ്, നിങ്ങൾ അറിയണതാണ്. ഇപ്പോൾ വേപ്പൂരാണെങ്കിലും പൊന്നാലിലാണെങ്കിലും എല്ലാം നമ്മളെല്ലാം ഉയർന്ന വിലക്കാണ് ഡീസൽ വാങ്ങണത്. അടുത്ത ബജറ്റിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നിലവിലത്തെ ബജറ്റിൽ വലിയ, അതായത് അവർ ആഗ്രഹിച്ചതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം കേവലം 1 മാസം മാത്രം പ്രായമായൊരു സർക്കാരാണ്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ഡീസലിന് കൂടി സബ്സിഡി ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. അത് വരും ബജറ്റുകളിൽ, വരും കാലങ്ങളിൽ അത് പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നത്. മുനീഫ് തിരൂരിനൊപ്പം പൊന്നാനിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.